നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാനന്ന് സ്ഥാനാർത്ഥിത്വം ചോദിച്ചതല്ല. സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചുമില്ല, ആവശ്യപ്പെട്ടുമില്ല. പക്ഷെ അവര് ആശ്വസ് ചെയ്തിട്ട് വിജയസാധ്യത എനിക്കന്ന് കണ്ടെത്തിയിട്ട് എന്നോട് മത്സരിക്കണമെന്ന്. വോട്ടിംഗ് ടൈം ആയപ്പോഴേ BJP ഒരു പോയിന്റ് ഓഫ് ഓർഡർ കൊണ്ടുവന്നു. അയാൾ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അന്നേരം കൊണ്ട് രാജ്യം കൊടുത്തു. മനസ്സിലായി? അന്നേരം കൊണ്ട് രാജ്യം കൊടുത്തു. ഈ തെരഞ്ഞെടുപ്പ് അതല്ല. ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഇലക്ട്രൽ അപ്പൊ ED വിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇലക്ട്രൽ ബോണ്ടിൽ കൂടെ പണം ഉണ്ടാക്കുന്ന അഴിമതി, ഇതിനേക്കാൾ വലിയ അഴിമതിയുണ്ട്. അത് BJP ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. എന്നാൽ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് എനിക്ക് നേരിട്ട് തെളിവ് കിട്ടി. തെളിവ് എന്താണെന്ന് വെച്ചാൽ അതിന് മധ്യസ്ഥ വഹിച്ച ആള് അത് പറഞ്ഞു. പൗരത്വ ബില്ല്, എന്തിനാ പൗരത്വ ബില്ല് എതിർക്കുന്നത്? പൗരത്വ ബില്ല് അടിസ്ഥാനപരമായി ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ഫണ്ടമെന്റലായ മതേതരത്വത്തെ കടക്കൽ കത്തിവെക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാജ്യസഭാ ഉപാധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും നിരവധി തവണ പാർലമെന്റ് മെമ്പറും രാജ്യസഭാ മെമ്പറും ഒക്കെ ആയിരുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കുര്യൻ സാറാണ്. കുര്യൻ സാർ, നമസ്കാരം. നമസ്കാരം. പള്ളത്ത് ജോസഫ് കുര്യൻ എന്ന താങ്കൾ അറിയപ്പെടുന്നത് ഒരു കോളേജ് അധ്യാപകൻ എന്നല്ല, ഫിസിക്സ് അധ്യാപകനായിരുന്നു. കോഴഞ്ചേരി കോളേജിൽ ഫിസിക്സ് അധ്യാപകനായിരുന്നു, സെന്റ് തോമസ് കോളേജിൽ. 1980 സാർ ആദ്യമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുന്നത്. മാവേലിക്കര ആയിരുന്നു ആദ്യമായി സ്ഥാനാർത്ഥിയാവുന്നത്. എന്തായിരുന്നു ആ പെട്ടെന്ന് ഈ അധ്യാപനത്തിൽ നിന്ന് മാറി? അല്ല, എനിക്ക് ആദ്യം മുതലേ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിമോചന സമരം, ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോഴാണ് വിമോചന സമരം നടന്നത്. അപ്പോൾ അന്നേരം ഞാൻ അതിനകത്ത് ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അന്ന് വാസ്തവത്തിൽ ഒരു സെൽഫ്-ഭരണമാണ് നടന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ചില ഇത് ഉണ്ടായി. അതിനു മുമ്പ് ഞാനിവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികളുടെ രാഷ്ട്രീയത്തിന് പോലൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ വിമോചന സമര കാലത്ത് 1-2 സംഭവങ്ങൾ ഉണ്ടായി. അതിനു മുമ്പ് CPI ആണെന്ന് പരിചയപ്പെടും. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകൻ, ഞങ്ങൾ കമ്പനി കൂടി ഇവിടെ ജംഗ്ഷനിൽ വൈകിട്ട് നിന്ന് കാപ്പിക്കട കൂടിയിരുന്ന് ലാത്തിയൊക്കെ അടിക്കും. ഞാനും സ്കൂളിൽ നിന്ന് വന്ന് ഞാനും കോളേജിൽ നിന്നും വരുമ്പോൾ യൂണിവേഴ്സിറ്റി വരുമ്പോൾ ഇങ്ങനെയൊക്കെ വർത്തമാനമൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ സാർ ഒരു രസികനായിരുന്നു. അപ്പോൾ ഇച്ചിരി ഞങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഇവിടെ ഈ കാർട്ടൂണൊക്കെ വരും, പത്രത്തിൽ ഓരോ കാർട്ടൂൺ വരുമ്പം ആ കാർട്ടൂൺ എടുത്ത് വെച്ച് മന്ത്രിമാരെയും ഗവൺമെൻറ്റിനെയും ഒക്കെ കളിയാ. അന്ന് ഞാൻ ഓർക്കും ദേശബന്ധു എന്നൊരു പത്രമുണ്ട്, അതിനകത്ത് ഇങ്ങനെ കാർട്ടൂൺ വരും, വേറെ പത്രങ്ങൾ വരും. അപ്പോഴേ ഒരു ദിവസം ഇവിടുത്തെ CPM സെൽഫ് സെക്രട്ടറി വന്ന് ഈ സാറിനെ ഭീഷണിപ്പെടുത്തി. ഇനിയും മേലാൽ ഇവിടെ ഇരുന്ന് ഗവൺമെൻറ്റിനെ വിമർശിച്ചാൽ കാസർഗോട്ടേക്ക് പോകും. പുള്ളി പേടിച്ച് വരവങ്ങ് നിർത്തി. മനസ്സിലായി? പുള്ളി പേടിച്ച് വരവങ്ങ് നിർത്തി. അപ്പോൾ അതൊരു ഞങ്ങൾക്കതിലൊരു പ്രതിഷേധം അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞ ഇവിടെ ഒരു കൊലപാതകം നടന്നു തുരുത്തിക്കാട്ടിൽ. അത് പൊളിറ്റിക്കൽ കൊലപാതകം. CPM അതായത് ഇടതുപക്ഷ അന്നത്തെ മാർക്സിസ്റ്റുകാരാണെന്ന് പറയുന്നില്ല, കർഷക സമരം വന്നു. തൊഴിലാളികൾ കർഷകനെ ഞാൻ കൊന്നു. തുരുത്തിക്കാട്ടിൽ പെരുമാൾ, കോശി പെരുമാൾ. അപ്പോൾ ഇവിടെ എല്ലാം അത് വലിയ ഇതായി. അപ്പം ഇവിടെ എല്ലാം ഒരു സെൽഫ്-ഭരണത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ഭീകര അന്തരീക്ഷം വാസ്തവത്തിൽ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം വിമോചന സമരത്തിന് ഇറങ്ങി. ഞാനും അതിനകത്ത് ഇറങ്ങി. വിമോചനം എനിക്കും ഈ 2 സംഭവങ്ങൾ തന്നെ, ഞാനും അതിനകത്ത് ഇറങ്ങി വിമോചന സമരത്തിൽ ഇറങ്ങി സമരത്തിന് പോവുകയും ഒരിക്കൽ വെച്ചത്. അങ്ങനെ രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ 70 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് അങ്ങ് മാറി. അങ്ങനെ പിന്നെ എനിക്ക് പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഒരു സാധുജന സഹായ പ്രസ്ഥാനം ഉണ്ടായിരുന്നു.
പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു സംഘടന, വിദ്യാഭ്യാസത്തിന്, രോഗികളെ. അപ്പോൾ അതിനകത്ത് ഞാൻ കയറി, അതിനകത്ത് പ്രവർത്തിച്ച്, അങ്ങനെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും കൂടെ ഒന്നിച്ചായി. ഞാനപ്പോൾ കോളേജിൽ പഠിപ്പിക്കാൻ കയറിയപ്പോൾ തുടർന്നു. ഞാൻ പാർട്ടിയിലെ അംഗത്വം ഉണ്ടായിരുന്നു, KPC മെമ്പറായി, അധ്യാപകനായിരിക്കും തന്നെ. പ്രൈവറ്റ് കോളേജ് അധ്യാപകർക്ക് KPC മെമ്പറായി, DCCയിലെ ഭാരവാഹിയായി. അപ്പോൾ അങ്ങനെ ആക്റ്റീവ് രാഷ്ട്രീയം, കോളേജ് പഠനവും രാഷ്ട്രീയവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ 80-ലെ, അല്ല അതിന് മുമ്പ് 70-ലൊരു ഇലക്ഷൻ വന്നു, 1900 അസംബ്ലി ഇലക്ഷൻ വന്നു. ഇന്ദിരാഗാന്ധി ഈ നെജിലങ്കപ്പ കോൺഗ്രസിലുണ്ടായ സമയത്ത്, ആ സമയത്ത് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിന്റെ കൂടെ, കോൺഗ്രസ് ഇവിടെ രണ്ടായി, ഇവിടെ രണ്ടായി. ഇവിടെ ഉള്ള സീനിയേഴ്സ് എല്ലാം, പ്രായമുള്ളവരെല്ലാം നെജിലങ്കപ്പ കോൺഗ്രസ്, ചെറുപ്പക്കാരായ ഞങ്ങള്, പിള്ളേരായ ഞങ്ങള് ഇന്ദിരാഗാന്ധിയുടെ കൂടെ പോയി. അപ്പോൾ 70-ൽ ഇലക്ഷൻ വന്നപ്പം എനിക്ക് മത്സരിക്കേണ്ടി വന്നു. അപ്പം മത്സരിച്ചു. അത് കഴിഞ്ഞേച്ച് അന്ന് ഞാൻ ജയിച്ചില്ല. ഇവിടെ കല്ലുപ്പാറ അസംബ്ലി. അത് കഴിഞ്ഞ് 80 പാർലമെന്റ് വന്നപ്പം ഞാൻ സജീവ രാഷ്ട്രീയത്തില, കോളേജിനോടൊപ്പം തന്നെ പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയാണ് ഇതിനകത്ത്. ഞാനന്ന് സ്ഥാനാർത്ഥിത്വം ചോദിച്ചതല്ല, സ്ഥാനാർത്ഥിത്വം ഞാൻ ചോദിച്ചുമില്ല, ആവശ്യപ്പെട്ടുമില്ല. പക്ഷെ അവര് ആശ്വസിച്ചിട്ട് വിജയ സാധ്യത എനിക്കന്ന് കണ്ടെത്തിട്ട് എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇലക്ഷൻ മത്സരിച്ചു, അങ്ങനെ ജയിച്ചു. 80-ൽ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്, കാരണം കോൺഗ്രസിന്റെ ഒരു വിഭാഗം, അതെ, അതിന്റെ കൂടെ ഞാൻ ഇന്ദിരാ കോൺഗ്രസിലായിരുന്നു. അത് കഴിഞ്ഞ് ആന്റണിയുടെ കൂടെ ആയി, ആന്റണിയുടെ അടുത്ത ആളായി. ആന്റണി കോൺഗ്രസ് കോൺഗ്രസ് ആയി നിന്നപ്പം അതിന്റെ കൂടെ നിന്ന്, അതെ. അപ്പൊ അന്ന് ലെഫ്റ്റിന്റെ കൂടെ ആദ്യം ഞാൻ മത്സരിക്കുന്നു, ലെഫ്റ്റിന്റെ കൂടെ മത്സരിക്കുന്നു. ലെഫ്റ്റിന്റെ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട് 80 മത്സരിക്കുന്നത്. ഞാൻ 63,000 വോട്ടിന് ജയിക്കും. കേരള കോൺഗ്രസും കൂടെ ഉണ്ട്, കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടെ, ജോസഫ് വിഭാഗം അപ്പുറത്തുണ്ട്. അവര് കോൺഗ്രസിന്റെ കൂടെയും. അതെ, അങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, എതിരാളിയായിരുന്നു? അല്ല, പിന്നെ അന്നേരം സ്ഥാനാർത്ഥിയായിരുന്നത് മാവേലിക്കരയിൽ അന്ന്, അതായത് 80-ൽ എതിരാളിയായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാ വിഭാഗവും NDPയും കൂടെ, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, NSSന്റെ പേരിലുള്ള പാർട്ടി, NDPയും കൂടെ ഒന്നിച്ചായിരുന്നു. അപ്പൊ ആ NDP, ആ മുന്നണി, അതായത് കോൺഗ്രസ് ആയി മുന്നണി, ഇത് കോൺഗ്രസ് ഞങ്ങളുടെ കർണാടക, ആ മുന്നണിയിലെ അന്ന് മത്സരിച്ചത് തേവള്ളി മാധവൻ, NDPയുടെ NSSന്റെ രജിസ്ട്രാർ ആയിരുന്നു. അദ്ദേഹവും ഞാനിവിടെ മത്സരിച്ചത്. അന്ന് എത്ര വോട്ട് കിട്ടി? 63,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പിന്നീട് 84 ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ആന്റണി ഇങ്ങോട്ട് തിരിച്ചു ഭാഗം ഇന്ദിരാ കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ചേർന്നു. UDF വീണ്ടും, അതെ, അങ്ങനെ UDF ആയി. അപ്പൊ വന്നപ്പം ഈ സീറ്റ് ഇവിടെ NDP മത്സരിച്ച സീറ്റാണല്ലോ, കോൺഗ്രസ് ഐയുടെ സീറ്റാണല്ലോ. അപ്പം NDPക്ക് തന്നെ കൊടുക്കണം എന്നുള്ള നിലപാട് വന്നു. അങ്ങനെ ഈ സീറ്റ് NDPക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ എനിക്ക് മത്സരിക്കാൻ സ്ഥലമില്ല. അന്നേരം എന്നോട് ഇടുക്കിയിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടുക്കിയിൽ പോയി മത്സരിച്ചു. അപ്പൊ ഇടുക്കി മത്സരിച്ചപ്പോൾ അന്ന് പിന്നെ എനിക്ക് 1,36,000 വോട്ട് പോലും. പക്ഷെ അന്ന് ഇന്ദിരാജിയുടെ മരണം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഇന്ദിരാജിയുടെ ഒരു വലിയ സഹതാപ തരംഗം ഉണ്ടായിരുന്നു. അപ്പൊ ആ തരംഗത്തിന്റെ അഡ്വാൻറ്റേജില്ല 1,36,000 വോട്ടിന് ഞാൻ അടുത്ത എതിരാളി ആരായിരുന്നു? CPM ആയിരുന്നു അന്ന് എതിരാളിയായിട്ട് CA കുര്യൻ, CPI-യിലെ CA കുര്യൻ ആയിരുന്നു എതിരാളി. വീണ്ടും തിരിച്ച് 89 അത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ NDP ജയിച്ചില്ല, മനസ്സിലായി. പകരം തമ്പാൻ തോമസ് ഇവിടെ ജയിച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അപ്രതീക്ഷിതമായി തമ്പാൻ തോമസ് 1,000, 1,500, 2,000 വോട്ടിനാണ് ജയിച്ചു. പക്ഷെ തമ്പാൻ തോമസ് ജയിച്ചു കഴിഞ്ഞപ്പോഴേ പുള്ളി ഒരു നല്ല പ്രഗത്ഭനായ പാർലമെന്റേറിയനാണ്, നല്ല വക്കീലാണ്, അറിയാം, പരിചയമുണ്ട്. നല്ല വക്കീല്, പാർലമെന്റിൽ നല്ല വണ്ണമൊക്കെ സംസാരിക്കുകയും അറിയപ്പെടുന്ന സോഷ്യലിസ്റ്റ് ആണ്. അതെ, സോഷ്യലിസ്റ്റാ പുള്ളി. അന്നും സോഷ്യലിസ്റ്റാ, ഇന്നും സോഷ്യലിസ്റ്റ് ഉണ്ടല്ലോ. അപ്പോഴ് നല്ല പാർലമെന്റേറിയനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നല്ല പബ്ലിസിറ്റിയും ഒക്കെ കിട്ടി, ഇവിടെ ഒരു നല്ല അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ 1,500 വോട്ടിനാണ്
84 ജയിച്ചതെങ്കിലും അടുത്ത 89 അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വന്നപ്പോഴേ തമ്പാൻ തോമസ് ഇവിടെ ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അപ്പോഴേ ശ്രീ കെ കരുണാകരനും എ കെ ആന്റണിയും അന്നത്തെ KPC പ്രസിഡന്റ് പത്മരാജൻ വക്കീല 3 പേരും കൂടെ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇടുക്കിയിൽ നിന്ന് വന്ന് മാവേലിക്കര മത്സരിക്കണമെന്ന്. തമ്പാൻ തോമസ് എടുത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ നോക്കുന്നു, ഞാൻ ഇടുക്കിയിൽ പോയി അവിടെ എനിക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടി, ഇടുക്കിയിൽ എനിക്ക് എല്ലാവരുമായി നല്ല ബന്ധമാണ്, ഞാനതുകൊണ്ട് ഇടുക്കി തന്നെ മത്സരിക്കും. അവർ അങ്ങനല്ല, ഇവിടെ വന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ വിസമ്മതമൊക്കെ പറഞ്ഞു. പക്ഷേ അത് പാർട്ടി തീരുമാനമാണ്. ഞാൻ ചോദിച്ചു എന്താ കാര്യം? ആ തമ്പാൻ തോമസിന് മത്സരിക്കാൻ വേറൊരു ബെറ്റർ കാൻഡിഡേറ്റ് ഞങ്ങൾ കാണുന്നില്ല, യു ആർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് തമ്പാൻ തോമസിന് മത്സരിക്കാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനമാണ്, ഞാൻ അനുസരിക്കാം. അങ്ങനെ തമ്പാൻ തോമസ് ഞാൻ സുഹൃത്തുക്കളാണേലും എനിക്കിവിടെ വന്ന് മത്സരിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അന്നും ഞാൻ ജയിച്ചു. അന്ന് എനിക്ക് 49,000 വോട്ടിന് ജയിച്ചാണ്. അന്ന് ജയിച്ചു. മുന്നേ കിട്ടിയ വോട്ടിൽ കുറഞ്ഞു, ഇച്ചിരി കുറഞ്ഞു, അത് കുറഞ്ഞു. അപ്പൊ അവിടെ മുന്നണി മാറിയല്ലോ, മാറിയല്ലോ. അപ്പൊ 49,000 വോട്ടിന് ജയിച്ചു. പിന്നെ തമ്പാൻ തോമസ് പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നീട് തുടർന്ന് അങ്ങോട്ട് മാവേലിക്കര തന്നെയാണ്. പിന്നെ മാവേലിക്കര പിന്നെ 91 എന്നെ നിർത്തുമ്പം അപ്പോഴത്തേക്ക് CPM എന്നെ തോപ്പിക്കണമെന്നായി, നിർബന്ധമായി. അതിനുവേണ്ടി അവർ സുരേഷ് കുറുപ്പിനെ കൊണ്ടുപോകും. സുരേഷ് കുറുപ്പ് വളരെ സുരേഷ് കുറുപ്പ് ഗ്ലാമർ താരമാണ്. അയാൾ പറഞ്ഞ എന്റെ സുഹൃത്താ, അതിൽ ഏറ്റവും രസം അതാ, അയാളും എന്റെ സുഹൃത്താ, ഞങ്ങൾ നല്ല സുഹൃത്ത് ബന്ധമാണ്. അപ്പോഴേ സുരേഷ് കുറുപ്പിനെ കൊണ്ടുവന്നു. സുരേഷ് കുറുപ്പിനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വിധിച്ചു സുരേഷ് കുറുപ്പ് ഒരു ഗ്ലാമർ താരം, നല്ല സുന്ദരൻ, മാത്രമല്ല യുവാക്കൾക്കിടയിൽ കുറച്ചുകൂടി യുവാക്കളുടെ ഒരു ഹരമാണ്. അപ്പോൾ സുരേഷ് കുറുപ്പിനെ കൊണ്ടുവന്നു, ഞങ്ങൾ തമ്മിൽ മത്സരിച്ചു. പക്ഷെ ഞാൻ ജയിച്ചു, മനസ്സിലായല്ലോ. അങ്ങനെ സുരേഷ് കുറുപ്പ് ജയിച്ചില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞ് ഡൽഹി പോയി മന്ത്രിയായിട്ട്, ഞാൻ മന്ത്രിയായിട്ട് ഞാൻ ആദ്യം വന്നപ്പോൾ സുരേഷ് കുറുപ്പിന്റെ വീട്ടിലാണ് പോയത്. കോട്ടയത്ത് പുള്ളി വീട്ടിൽ പോയി ലഞ്ച് കഴിച്ച പുള്ളിയോടെ പോവാം. അതാ ഞങ്ങൾ തമ്മിൽ മത്സരിച്ചവരാ. ഞാൻ സുരേഷ് കുറുപ്പിനെ വിളിച്ചു, ഞാൻ വരിക എന്ന് പറഞ്ഞു. അങ്ങോട്ട് ചെന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ചോറുണ്ടേ പോകാൻ പറ്റുമെന്ന്. മനസ്സിലായല്ലോ. പുള്ളിയുടെ അമ്മ എനിക്ക് ചോറ് വിളമ്പി തന്ന്, ഞങ്ങൾ ചോറും ഒക്കെ ഉണ്ട്. അങ്ങനെ ജയിച്ച ഞങ്ങൾ തമ്മിൽ തോൽപ്പിച്ച് ജയിച്ചു എന്നുള്ള യാതൊരു പൊളിറ്റിക്സ് എന്നല്ല, അത് വേറെയാണ്. അതേ ഉള്ളൂ. പക്ഷെ അതിനതീതമായി നല്ല ബന്ധമാണ്, ഞാൻ പറയുന്നത്, നല്ല സുഹൃത്ത് ബന്ധമാണ്. അപ്പോൾ അങ്ങനെ സുരേഷ് കുറുപ്പുമായിട്ട് മത്സരിച്ച് ഞാൻ അന്ന് ജയിച്ചു. പിന്നെ 96 വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ കായംകുളത്ത്, പുള്ളി പക്ഷേ CPM ഒരു പ്രവർത്തകൻ, സുരേഷ് കുറുപ്പിനെ പോലെ ഒരു ഗ്ലാമർ ഉള്ളായിരുന്നു. അല്ല, അത്രയും CPM നേരത്തെ തോൽപ്പിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് പോലും പിന്നീട് ഒരു ദുർബലനായ സ്ഥാനാർത്ഥി അവർ നിർത്തുന്നു. അല്ല, അവർക്ക് വേറെ സ്ഥാനാർത്ഥിയാന്ന് കിട്ടിയില്ല. അവർ വേറെ സ്ഥാനാർത്ഥിയൊക്കെ നോക്കി, വളരെ പ്രഗത്ഭന്മാരെയൊക്കെ നോക്കി. അവര് നമ്മുടെ പലരെയും ഈ നമ്മുടെ വൈസ് ചാൻസലർ ആയിരുന്ന അലക്സാണ്ടർ കാരക്കരെ എന്നെ പോയി സമീപിച്ചു. അത് കഴിഞ്ഞ് PJ അലക്സാണ്ടർ IPS അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പറഞ്ഞു കുര്യനോട് മത്സരിക്കാൻ ഞങ്ങളില്ല എന്ന്. അവരിലെ അൺഫോർച്ചുനേറ്റ്ലി അവര് അലക്സാണ്ടർ കാരക്കർ നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു, കേട്ടിട്ടുണ്ടോ? പിന്നെ പക്ഷേ പുള്ളിയെ സമീപിച്ചു ഇവിടെ മത്സരിക്കണം, സ്വതന്ത്രമായി മത്സരിച്ചാൽ മതി. അതൊരു നല്ല ഓപ്ഷൻ. സ്വതന്ത്രമായി മത്സരിച്ചാൽ കുറെ വോട്ട് CPM പല സ്ഥലത്തും അങ്ങനെ കുറച്ച് വോട്ട് അല്ലാത്ത കിട്ടുമല്ലോ. അലക്സാണ്ടർ കാരക്കർ എന്ന് പറഞ്ഞാൽ സഭയിലും സമൂഹത്തിലും ഉണ്ട് സ്വീകാര്യതയുണ്ട്. അതെ, വിളിച്ചു. അലക്സാണ്ടർ കാരക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു എന്നെ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ കുര്യച്ചനോട് മത്സരിക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു PJ അലക്സാണ്ടർ IPS ഉണ്ടല്ലോ, പുള്ളിയെ സമീപിച്ചു. പുള്ളിയൊക്കെ നല്ല ഇമേജ് ഉള്ള പുള്ളിയും പറഞ്ഞു PJ കുര്യൻ എൻ്റെ സുഹൃത്താൻ മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ രണ്ടുപേരെ സമീപിച്ചത് എനിക്കറിയാം. അങ്ങനെ വേറെ സമീപിച്ച് കാണും, കിട്ടില്ല. അവസാനം അവർക്ക് പലരെ സമീപിച്ച് കിട്ടാൻ ഞാൻ പിന്നെ കൊണ്ട് ഗോപാലകൃഷ്ണനെ നിർത്തിയത്. അങ്ങനെ സമീപിച്ചു. അപ്പോൾ എന്നെ തോൽപ്പിക്കണമെന്ന് അവർക്കൊരു നിർബന്ധം ഉണ്ടായത്. കാര്യം ഞാൻ ഇടതുപക്ഷത്തിനല്ലേ ആദ്യം ജയിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ മാറിയതല്ല, പാർട്ടി മാറിയപ്പോൾ വന്നതാണ്. സത്യത്തിൽ അന്നേരം മാറുന്നതിന് ഞാൻ അനുകൂലമല്ലായിരുന്നു. അത് ഞാൻ പിന്നെ അന്നേരം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇടതുപക്ഷത്തിൽ നിന്ന് മാറേണ്ട എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.
അത് പക്ഷേ എൻ്റെ ഒരു സെൽഫിഷ്നെസ് ആയിരിക്കും. കാര്യം എനിക്ക് ജയിക്കാവുന്ന നല്ല കോമ്പിനേഷൻ, സുരക്ഷിതമായ മണ്ഡലവും സുരക്ഷിതമായ മണ്ഡലം, ഈ കോമ്പിനേഷൻ എനിക്ക് ജയിക്കുകയും ചെയ്യാം. എനിക്ക് ജയിക്കാവുന്ന സുരക്ഷിതമായ മണ്ഡലം. അപ്പം ഇടതുപക്ഷത്തിൽ നിന്ന് മാറണ്ട എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പാർട്ടി അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞാൻ പിന്നെ പാർട്ടിയുടെ കൂടെ നിന്നു. ഈ 1999 മാവേലിക്കര പിന്നീട് സംവരണ മണ്ഡലമായി മാറുന്നത് അല്ലേ? അങ്ങനെയാണല്ലോ ഇവിടുന്ന് മാറുന്നത്. 99 99 എൻ്റെ ഓർമ്മ. സംവരണ മണ്ഡലം എനിക്ക് 2004 അല്ലേ? അല്ല സാർ ഇവിടെ ലാസ്റ്റ് പിന്നെ ഞാൻ 98 പോയി മത്സരിച്ചു. അത് ജയിച്ചു. അല്ല 99 ഫ്രാൻസിസ് ജോർജിനോട്. അതെ 98 ഞാൻ ഇവിടെ ജയിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 98 കഴിഞ്ഞപ്പം ഒരു വർഷം 13 മാസം കഴിഞ്ഞപ്പോൾ പിരിച്ചു. ഞാൻ അതിന്റെ കാരണക്കാരൻ. ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായതിന്റെ കാരണക്കാരൻ ഞാൻ. എന്നാന്ന് വെച്ചാല് വാജ്പേയി ഗവൺമെന്റാ. അപ്പൊ ഞാൻ അന്നേരം പാർട്ടിയുടെ ചീഫ് വിപ്പ്. വാജ്പേയി ഗവൺമെന്റിന് എതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയം വന്നു. അപ്പൊ ചീഫ് വിപ്പ് എന്ന നിലയിൽ എല്ലാ വോട്ടും സമാഹരിച്ച് ചെയ്യിക്കേണ്ടത് എൻ്റെ ജോലിയാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴേ ഞങ്ങളോട് മായാവതി ഞങ്ങളുടെ കൂടെ വോട്ട് ചെയ്യുമെന്ന് വാക്ക് തന്നിരുന്നു. ലാസ്റ്റ് മിനിറ്റില് മായാവതി അങ്ങ് മാറുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. BSP മാറുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അപ്പം പിന്നെ എല്ലാ എഫേർട്ടും എടുക്കാനായപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു MP ആണ് പിന്നെ ഈ ഒറീസയിലെ മുൻ മുഖ്യമന്ത്രി. പുള്ളി MP കൂടാ. കാര്യം MP ആയിരുന്നപ്പം മുഖ്യമന്ത്രിയായി, MP സ്ഥാനം രാജിവെച്ചില്ല. MP ആയപ്പം മുഖ്യമന്ത്രിയായി, MP സ്ഥാനം രാജിവെച്ചില്ല. അപ്പം പുള്ളി MP പുള്ളിക്ക് വന്ന് വോട്ട് ചെയ്യാം. അപ്പോഴേ ഞാൻ അയക്കും വിപ്പ് കൊടുത്തു വന്ന് വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഉടനെ പുള്ളിയുടെ പേര് ഗോമന്ത, ഞാൻ എന്തോ പേരങ്ങ് വിട്ടുപോയാൽ. പുള്ളി വന്ന് പിന്നെ വോട്ട് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ വോട്ടിംഗ് ടൈം ആയപ്പോഴേ BJP ഒരു പോയിന്റ് ഓഫ് ഓർഡർ കൊണ്ടുവന്നു. അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യം അയാൾ മുഖ്യമന്ത്രി ആയി. MP എന്നതിൽ അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ഞാനപ്പോൾ അതിനെ അവിടെ എഴുന്നേറ്റ് മറുപടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ സുഷമ സ്വരാജ് ഇതുപോലെ പിന്നെ MP ആയിരിക്കുമ്പോൾ പോയി ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് ഒടുവിൽ ഗവൺമെന്റ് ഡിഗ്രി കിട്ടിയില്ല അവർക്ക്. അപ്പൊ തിരിച്ചു വന്ന് MP സ്ഥാനത്ത് തുടരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, MP ആയിരിക്കുമ്പോൾ ഡൽഹി ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ MP സീറ്റ് പോകുമെങ്കിൽ, MP എന്നുള്ളത് പോകുമെങ്കിൽ സുഷമയുടേത് പോയി. അങ്ങനെ സുഷമയുടെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ പുനഃസ്ഥാപിക്കാൻ ഭരണഘടനയിൽ ഒരു വകുപ്പുമില്ല, ഇലക്ഷനിൽ കൂടെ അല്ലാതെ. അപ്പം ഗോമന്തന്റെ MP-ഷിപ്പ് പോയി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ സുഷമ സ്വരാജിൻ്റെ അതിന് മുമ്പേ പോയി, അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ ഗോമന്തന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, സുഷമയ്ക്ക് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ആ ആർഗ്യുമെന്റിൽ സ്പീക്കർ എൻ്റെ ആർഗ്യുമെന്റ് അക്സെപ്റ്റ് ചെയ്തു. 2 പേർക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, വോട്ട് വന്ന് റിസൾട്ട് വന്നപ്പോൾ ആ ഒരു വോട്ടിനാണ് വാജ്പേയി ഗവൺമെന്റ് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം. അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം അതിൽ കൂടുതൽ വോട്ടുണ്ട്. വോട്ടറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടി എന്ന നിലയിൽ എല്ലാ വോട്ടും കൊണ്ടുവരാൻ അങ്ങ് ചെയ്തതാണ്. പിന്നെ ഇങ്ങനെ ഈ ഒരു വോട്ടിന് എന്നൊരു പൊസിഷൻ ആയിരുന്നു ഞാൻ ചെയ്യത്തില്ല. ഒരു വോട്ടിന് വേണ്ടി ഒന്ന് തോപ്പിക്കണ്ട, അല്ലെ വേണ്ട എന്നുള്ളത്. പക്ഷെ ആ ഗവൺമെന്റ് പോയി. വാജ്പേയി എന്ത് ചെയ്തു? അന്നേരം കൊണ്ട് രാജ്യം കൊടുത്തു. മനസ്സിലായി? അന്നേരം കൊണ്ട് രാജ്യം കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കുഴപ്പം എനിക്ക് ഇടുക്കിയിൽ പറ്റി. ഇടുക്കിയിൽ BJP അപ്പോൾ എന്നെ ആദ്യമായിട്ടാണ് BJP എന്നെ തോൽപ്പിക്കാനായി ഡെലിബറേറ്റ് ആക്കി BJP വോട്ട് ട്രാൻസ്ഫർ ചെയ്തു. മനസ്സിലായി? എന്നിട്ട് BJP സ്ഥാനാർത്ഥിക്ക്
അതിന് മുമ്പ് കിട്ടിയ വോട്ടിനേക്കാൾ 20,000 വോട്ട്, അന്ന് അധികം വോട്ട് ബി ജെ പിക്ക് അധികമില്ല. 50,000 വോട്ടൊക്കെ ഉള്ളൂ. 20,000 വോട്ട് കുറച്ചു. അങ്ങനെ ഫ്രാൻസ് ജോർജ് ജയിക്കുന്നു. അത് ട്രാൻസ്ഫർ ചെയ്തു. അത് ട്രാൻസ്ഫർ ചെയ്തു ഞാൻ 20,000 വോട്ട് കുറഞ്ഞെന്നേ എനിക്കറിയത്തുള്ളായിരുന്നു. അത് ബി ജെ പി ട്രാൻസ്ഫർ ചെയ്തായിരിക്കുമെന്ന്. എന്നാൽ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് എനിക്ക് നേരിട്ട് തെളിവ് കിട്ടി. തെളിവ് എന്താണെന്ന് വെച്ചാൽ അതിന് മധ്യസ്ഥ വഹിച്ച ആള് അത് പറഞ്ഞു. അതിന് മധ്യസ്ഥ വഹിച്ച് പി സി ജോർജ് ആണ്. അന്ന് ആ പാർട്ടിയില്ല, ഫ്രാൻസിസ് ജോർജ് ഭാഗമാണ്. അപ്പൊ പി സി ജോർജ് നിരണത്തൊരു പരിപാടി ഞങ്ങൾ ഒന്നിച്ചു വന്നു. ഞാനും പി സി ജോർജ് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പരിപാടി വരുന്നു. ആ പരിപാടി എന്ന് പറയുന്നത് ഒരു 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 കുടുംബയോഗമാണ്. അപ്പോൾ ഇറ്റ് സോ ഹാപ്പൻ അവിടെ വെച്ച് അറിയുന്നത് ഈ എൻ്റെ കുടുംബവും പുള്ളിയുടെ കുടുംബമായിട്ട് എന്തോ ഒരു റിലേഷൻ ഉണ്ട്. മനസ്സിലായി? അത് അവിടെ വെച്ചാണ് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നത്. പുള്ളി അങ്ങനെ വന്നു, ഞാനും വന്നു. അപ്പം ഞങ്ങൾ അവിടെ പി സി ജോർജ് ഒരു വെളിപ്പെടുത്തലങ്ങ് നടത്തി മൈക്കിൽ കൂടെ. പി ജെ കുര്യൻ തോക്കാൻ ഞാനാ കാരണം അപ്പോഴാണ് ബി ജെ പി ഈ വോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് കൺഫർമേഷൻ കിട്ടിയത്. അത് പക്ഷേ അതിനെനിക്ക് പരാതിയില്ല. അവരവരുടെ ഞാൻ ചെയ്തതും ഞാൻ ഓരോ വോട്ടിന് ഒരു ഗവൺമെൻറ്റിനെ കളയുന്നതിന് പങ്കാളിയാതിലുള്ള ഖേദം എനിക്കിപ്പോഴും ഉണ്ട്. തന്നെയല്ല വാജ്പേയിയുടെ ഗവൺമെൻറ്, മോഡിയുടെ ഗവൺമെൻറ്, വാജ്പേയിയുടെ ഗവൺമെൻറ് വളരെ നിഷ്പക്ഷവും കുറച്ചും കൂടി ജനാധിപത്യ ബോധവും, തികച്ചും ജനാധിപത്യം, കുറച്ചുകൂടെ ഒന്നും പറയണം. ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ് ആയിരുന്നു. അതെ. പുള്ളി ഒരു വാജ്പേയിയെ ഞാൻ കാണുന്ന ലൈക്ക് എ കോൺഗ്രസ്മാൻ. മനസ്സിലായല്ലോ. പക്ഷെ അതില് എൽ കെ അദ്വാനി ഉണ്ടായിരുന്നു. എൽ കെ അദ്വാനി ഉണ്ടായിരുന്നാലും എൽ കെ അദ്വാനിയും വേറൊരു ടൈപ്പിലാണ്. വാജ്പേയി അതിൽ നിന്ന് ഇതിനൊക്കെ അതീതനായ ഒരു സ്റ്റേറ്റ്മാൻ ആയിരുന്നു. ഒരു പൊളിറ്റീഷ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്സ്മാൻ തന്നെയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പം സ്പീക്കർ ഗവൺമെൻറ്റിന് ലോക്സഭ, ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഡെപ്യൂട്ടി സ്പീക്കർ ബി ജെ പിയിൽ സുമിത്ര മഹാജന് കൊടുക്കാൻ അവരൊക്കെ തീരുമാനിച്ച് അങ്ങ് വർക്ക് തുടങ്ങി, എല്ലാം തുടങ്ങി. അപ്പോൾ ആ വാർത്ത വന്നപ്പോഴേ അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി, ഞാൻ പാർട്ടിയുടെ ചീഫ് വിപ്പാണ്. അപ്പം ഞാൻ സോണിയാജിയോട് സംസാരിച്ചു. ഇത് സാധാരണ പ്രതിപക്ഷത്തിനാണ് കിട്ടേണ്ടത്, വാജ്പേയി എന്താണ് ഇങ്ങനെ ഒരു പൊസിഷൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്താണ് മാർഗം? അത് തന്നെ. അപ്പോൾ ഞാൻ സോണിയാജിയോട് പറഞ്ഞു, പിന്നെ കോൺഗ്രസ് സമ്മതിക്കാൻ ഞാൻ വാജ്പേയിയോട് സംസാരിക്കാമെന്ന്, പ്രധാനമന്ത്രി സംസാരിക്കാം. ഞാൻ പോയി പ്രധാനമന്ത്രിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇതിങ്ങനെയാണ് ഇതാണ് ഒരു കീഴ്വഴക്കമുണ്ട് കോൺഗ്രസ്സിനാണെന്നുള്ളത്. ഓഹോ ഐസാ ഹേ പറഞ്ഞു, सोनिया जी से बोल दीजिए हो जाएगा, ഇത് തന്നെയാണ് ഹോ ജായക എന്ന് പറഞ്ഞു. ഞാൻ സോണിയാജിയോട് പറഞ്ഞു. പക്ഷെ സോണിയാജിയോട് പറഞ്ഞിട്ടും ഈ സുമിത്ര മഹാജൻ പ്രചരണം നടക്കുക, നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേദിവസം വരെ യാതൊരു ചേഞ്ചും ഇല്ല. അതാ എല്ലാവരും സുമിത്ര മഹാജൻ പറഞ്ഞ് നിൽക്കുകയാണ്, യാതൊരു ഇൻഫർമേഷൻ നമുക്കുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ദൈവമേ, നമ്മളോട് വാക്ക് പറഞ്ഞ. ഞാൻ പിന്നെ മിണ്ടാനും പോയില്ല. നോമിനേഷൻ കൊടുക്കുന്ന അന്നുണ്ടല്ലോ വാജ്പേയി ഇടപെട്ട് സുമിത്ര മഹാജനെ മാറ്റിയിട്ട് നമ്മുടെ നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്പീക്കറാക്കാൻ, ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ ശ്രമിച്ചു. അപ്പോൾ പുള്ളി ഒന്ന് വാക്ക് പാലിക്കുന്നിടത്ത്, രണ്ട് എത്ര ജനാധിപത്യ ബോധം. ഇപ്പോഴ് ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ മോഡി ലോക്സഭയിൽ എടുത്തിട്ടേ ഇല്ല. പ്രതിപക്ഷത്തിന് കിട്ടേണ്ടതാ. പ്രതിപക്ഷ പദവിയും കൊടുത്തില്ലല്ലോ. പദവി കൊടുത്തില്ല, അതൊന്ന്. രണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറെ എന്തായാലും എടുക്കാമല്ലോ. അത് എടുക്കേണ്ട ആവശ്യമില്ലാന്ന് തീരുമാനിച്ചു. ജനാധിപത്യ വിരുദ്ധം, ജനാധിപത്യത്തോട് യാതൊരു റെസ്പെക്ട്. പ്രതിപക്ഷത്തിന് കിട്ടേണ്ട ഒരു ന്യായമായ പോസ്റ്റ് അത് കൊടുക്കണ്ടെന്ന് നിഷേധിക്കുകയും അവർ ഈ അധികാരത്തെ എവിടുത്തെ നീതിബോധം എവിടെ? അതാണ് പ്രതിപക്ഷ നേതാവ് പോലും വേണ്ടാന്ന് തീരുമാനിക്കുക. അതിന് ഏകാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇത് രണ്ടും. അപ്പം വാജ്പേയിയുമായിട്ടൊരു കമ്പാരിസണേ ഇല്ല ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, ഒരു കമ്പാരിസണേ ഇല്ല. സാർ, നമ്മൾ ഒരു വലിയ തെരഞ്ഞെടുപ്പ് ആഘോഷങ്ങളുടെ ഇടയിലാണ്.
ഇത് ഇന്നിപ്പം എന്നും നാളെയും കൊണ്ട് ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെയൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ പൂർത്തിയാവും. വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ്. അപ്പം സാറ് ദീർഘകാലമായി പാർലമെൻ്ററി രംഗത്ത് വളരെ സജീവമായിരുന്ന ആളാണ്. 6 തവണ MP ആയ ആളാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷനായ ആളാണ്. എല്ലാ തരത്തിലും ഈ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ മുന്നണിയിൽ നിന്ന ആളാണ്. സാർ എങ്ങനെയാണ് ഈ കഴിഞ്ഞ ഇലക്ഷനെയും ഈ ഇലക്ഷനെയും വിലയിരുത്തുന്നത്? എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ എല്ലാ ഇലക്ഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ കാണുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നു. കോൺഗ്രസ്സുകാരൻ നിലയിൽ കോൺഗ്രസ് ജയിക്കണം, കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നുള്ള ആ അർത്ഥത്തിലേ ഞാൻ ആ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും അങ്ങനെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അതല്ല. ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിയുമ്പോൾ ഇന്ത്യ, നാം അറിയുന്ന ഇന്ത്യയായി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമാകാൻ പോവുകയാണ്. മോഡി 2ാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്തിട്ടുള്ള നടപടികളും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും കാണുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മതേതരത്വം അപകടത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ ബഹുസ്വരത, ആ വൈവിധ്യം നമ്മെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്ന അതിനെയും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് മൂന്നും തകർന്നാൽ ഇന്ത്യ എന്ന ആ ആശയം തന്നെ, ആ ഐഡിയ തന്നെ തകരാൻ പോവുകയാണ്. അത് രാജ്യത്തിന് വലിയ ആപത്താണ്. ഈ ആപത്ത് മുൻകൂട്ടി കാണാൻ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ഇന്ത്യയുടെ വലിയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ഇന്ത്യ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കാണേണ്ടതാണ്. വാസ്തവത്തിൽ ഈ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്ന ബഹുസ്വരതയുടെ സംസ്കാരമാണ്. ഹിന്ദു മതം തന്നെ അതാണ്. മോഡി വ്യാഖ്യാനിക്കുന്നതല്ല ഹിന്ദുമതത്തിൻ്റെ, അതായത് വിശാലമായ പ്രതലത്തിൽ നിന്നാണ് ഹിന്ദുമതം എല്ലാവരെയും കണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മുടെ ആപ്തവാക്യം എന്താ? വസുദൈവ കുടുംബകം. എന്താണ് അതിനർത്ഥം? എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. അവിടെ മുസ്ലിമെന്നോ ബുദ്ധമതക്കാരെന്നോ ക്രിസ്ത്യാനിയോ എന്നുള്ള വ്യത്യാസമൊന്നും ഹിന്ദുമതത്തിൽ ഇല്ല. സർവധർമ്മ സമഭാവം. ഋഗ്വേദത്തിൽ ഒരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: ഏകം സത് വിപ്ര ബഹുത വദന്തി. അതിൻ്റെ ചുരുക്കം, എല്ലാവരും വ്യത്യസ്തമായി പറയുന്ന സത്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നരേന്ദ്രമോദി ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി, നമുക്കാർക്കും ഒരു പരാതിയില്ല. പക്ഷെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആ സനാതന ധർമ്മത്തിൻ്റെ ആ തത്വങ്ങളെ പോലും വക്രീകരിക്കുകയാണ്. ഭരണഘടനയിൽ ഒരു സ്ഥലത്തും പൗരത്വം മതത്തിൻ്റെ പേരിലാകാൻ പാടില്ല എന്ന്, ആകാമെന്ന് എങ്ങും പറയുന്നില്ല. പൗരത്വത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന മതത്തിന് അതീതമായിട്ടാണ്. ഇന്ത്യയിൽ ജനിച്ചവർ ഏത് വിശ്വാസി. അതേസമയത്ത് പൗരത്വ ബില്ല്, എന്തിനാ പൗരത്വ ബില്ല് എതിർക്കുന്നത്? പൗരത്വ ബില്ല് അടിസ്ഥാനപരമായി ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഫണ്ടമെൻ്റലായ മതേതരത്വത്തെ കടയ്ക്കൽ കത്തിവെക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അല്ല, അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ ഉപദ്രവമുണ്ട്, ക്രിസ്ത്യാനിക്ക് എന്നെ ഉപദ്രവമുണ്ട്, ഇപ്പോൾ ഉള്ള മുസ്ലിമിന് അതല്ല ഇഷ്യൂ. നമുക്കിപ്പോൾ ഉപദ്രവമുണ്ടല്ലോ എന്നുള്ളതല്ല, നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളെ ബലി കഴിക്കുന്ന ആണ് ഒരു ബില്ലാണത്. അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. അത്തരം ഒരു ബില്ലിൻ്റെ അവർക്ക് അങ്ങനെ ബില്ല് വേണമെങ്കിൽ ഒരു മതത്തെ മാത്രം വ്യത്യസ്തമാക്കണ്ടായിരുന്നല്ലോ. ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേണ്ട, അവിടെ പീഡിപ്പിക്കപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രത്യേകിച്ച് ഒരു മതത്തിന് പേര് പറയേണ്ട കാര്യമില്ലല്ലോ. പീഡിപ്പിക്കപ്പെടുന്നവർ ആരാ നമുക്കറിയാമല്ലോ, അത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? അപ്പോൾ
എന്താ അതിൻ്റെ ഉദ്ദേശം? മതപരമായ ഒരു വിഭജനം, രാജ്യത്തൊരു വിഭാഗീയത ഉണ്ടാക്കുക എന്നുള്ള ദുരുദ്ദേശമാണ്. ഇപ്പം നമ്മൾ ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയുടെ പേരിൽ ഇന്ദിരാഗാന്ധിയെ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. ഞാൻ അത്ര വലിയ വിമർശകനൊന്നുമല്ല, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെങ്കിൽ ഇന്ദിരാഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചപ്പോൾ ജയിലിലുള്ളവരെ മുഴുവൻ, ഇന്ദിരാഗാന്ധിയെ എതിർത്തവരെയും എതിർക്കുന്നവരെയും എല്ലാവരെയും പുറത്തുവിട്ട ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടപ്പാക്കി. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്ന ഇന്ദിരാഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചേനെ. സംഭവിച്ചത് അതിന് ഇന്ദിരാഗാന്ധി പോലും തയ്യാറായില്ല. ഇന്ന് അടിയന്തരാവസ്ഥ ഇല്ലെന്നല്ല ഉള്ളൂ, പ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ല, ഇല്ല എന്നല്ലാതെ ഉള്ളൂ. വാസ്തവത്തിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടോ? ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. മുഖ്യമന്ത്രി കുറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ജയിലിടാൻ നേരം? മാത്രല്ല വിചാരണ ചെയ്തല്ലേ ജയിലിൽ. അതെ, നേരത്തെ ചെയ്യാമല്ലോ. വിചാരണയില്ലാതെ വെറും ആരോപണമല്ല ഉള്ളൂ. ആരോപണത്തിന്റെ പേരിൽ എത്രയോ നേതാക്കന്മാര് പിടിച്ച് ജയിലിട്ടിരിക്കും. ഇന്നലെയാണെങ്കിൽ ആപ്പിന്റെ ഒരു MP മാൻസിംഗിനെ ജാമ്യം കൊടുത്ത് എത്ര വ്യക്തമായിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താ തെളിവ്? ഒരു തെളിവില്ലാതെ കൊണ്ടുവന്ന് സുപ്രീം കോടതി അല്ലേ. അപ്പോൾ എന്താണ് നടക്കുന്നത്? എതിരാളികളെ ജയിലിലിട്ടുകൊണ്ട്, അതുപോലെ തന്നെ EDയെ വിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, എന്നും മാത്രമല്ല EDയെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് പണം വാങ്ങിക്കുകയും ചെയ്യുക. ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ ED ചെന്ന് കഴിയുമ്പം പിന്നെ ആപ്പിന്റെ റെഡ്ഡി ഉണ്ടല്ലോ, ചന്ദ്രശേഖര റെഡ്ഡി എന്ന പേരെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം 5 കോടി കൊടുത്തു, അയാളെ ED വിട്ടപ്പോൾ 55 കോടിയായി. 55 കോടി ഇലക്ട്രൽ. അപ്പൊ EDയെ വിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇലക്ട്രൽ ബോണ്ടിൽ കൂടെ പണം ഉണ്ടാക്കുന്ന അഴിമതി, ഇതിനേക്കാൾ വലിയ അഴിമതിയുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്രയോ വർഷം ഈ രാജ്യം ഭരിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ സ്വേച്ഛാധിപത്യത്തിലേക്ക്, ഇവിടെ ഇനി ന്യായമായ തെരഞ്ഞെടുപ്പ്, നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കുകയല്ലെന്നുള്ള എല്ലാ സൂചനയുമായി. എന്താ സംശയം? എന്താ? ഇലക്ഷൻ കമ്മീഷന് 3 അംഗ സമിതിയിൽ 1 ചീഫ് ജസ്റ്റിസ് ആയിരിക്കണമെന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് പറഞ്ഞത്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറയുന്നത് നിയമമാണ്, ഭരണഘടന അനുസരിച്ച്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞ ആ നിയമത്തെ എന്ത് ആവശ്യത്തിനാണ് BJP മാറ്റിയിട്ട്, ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ഒരു മന്ത്രിയെ വെച്ചത്? അതിൻ്റെ ഉദ്ദേശം എന്നാ? വളരെ വ്യക്തമല്ലേ? നിഷ്പക്ഷമായ ഇലക്ഷൻ നടത്താനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അമെൻമെന്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിഷ്പക്ഷമായ ഇലക്ഷൻ നടത്താൻ താല്പര്യമില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ നിഷ്പക്ഷമായ ഒരു ഇലക്ഷൻ, എതിരാളികളെ ജയിലിലടച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ്, കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയത് BJPയുടെ കയ്യിലുള്ളപ്പോൾ കോൺഗ്രസിന്റെ 138 കോടി രൂപ മരവിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് എന്താണ്? ജനാധിപത്യം തകർക്കപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ബേസിക് പ്രശ്നം അവിടാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഇന്ത്യ ജനാധിപത്യം നിലനിൽക്കണോ, മതേതരത്വം നിലനിൽക്കണോ, ബഹുസ്വരത ഉള്ള ഇന്ത്യ നിലനിൽക്കണോ എന്നുള്ള അടിസ്ഥാന ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനേക്കാളൊക്കെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പാണ്. ഞാൻ സ്ഥാനാർത്ഥിയായിരുന്ന 7 പ്രാവശ്യം ലോക്സഭ മത്സരിച്ചപ്പോൾ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ ആണ് ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്നത്. അന്നൊക്കെ എനിക്ക് അന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കുക, അല്ലെ കോൺഗ്രസ് ഭരണം കിട്ടുക, അത്രയൊക്കെ ഉള്ളൂ. ഇന്നതല്ല. ഇന്ന് ജനാധിപത്യം അപകടത്തിൽ, മതേതരത്വം അപകടത്തിൽ, ബഹുസ്വരത അപകടത്തിൽ, ഇന്ത്യ എന്ന ആശയം തന്നെ അപകടത്തിൽ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഈ ഇന്ത്യ എന്നുള്ള പേര് പോലും മാറ്റുന്നതിനെ കുറിച്ചാണ് ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത് എന്നുള്ള പേരിലേക്ക് ഈ രാജ്യം മാറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മതേതരത്തിന്റെ കാര്യം, അത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയിൽ തുടങ്ങുന്നത് ഏത് വാക്ക് പറഞ്ഞ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് എന്നാണ്. ഇന്ത്യയുടെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഭാരത് ഭരണഘടന തുടങ്ങുന്ന ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാ പറയുന്നത്.
ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാരത് ദാറ്റ് ഈസ് ഇന്ത്യ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. അപ്പോൾ ഭരണഘടന നിർമ്മാതാക്കൾ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന പേര്, ഈ രാജ്യത്ത് നൽകിയിരിക്കുന്ന പേര് ഇന്ത്യ എന്നാണ്. ആ ഇന്ത്യ എന്നത് കുറെ കൂടെ വ്യക്തമാക്കാനോ ഒരു എക്സ്പ്ലനേഷനായിട്ടാണ് ഭാരത് എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന പേര് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്ന അത് തന്നെ ഭരണഘടനയോടുള്ള അവഹേളനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഭാരത് ഉപയോഗിച്ചാലും നോക്കുന്നില്ല, ഭാരത് ആയാലും ഇന്ത്യ ആയാലും ഒരുപോലെ ഉള്ളൂ. പക്ഷെങ്കിൽ ഭരണഘടന വ്യക്തമായിട്ട് ഇന്ത്യ എന്ന് ആദ്യം പറഞ്ഞിരിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയോടുള്ള അവഹേളനമായിട്ടാണ് ഞാൻ കാണുന്നത്. വികസനം ഇപ്പൊ പറയുന്നേ ഇല്ല, അതാണ് ഏറ്റവും കഷ്ടം. വികസനമെല്ലാം പോയി. മോഡി അജണ്ട തന്നെ മാറ്റുക. ഞാൻ അവനോട് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോഴും ട്രോൾ ചെയ്തു. ഒരാൾക്ക് അയാളുടെ പാസ്റ്റ് മറക്കാൻ തയ്യാറായാൽ അതിൻ്റെ അർത്ഥം അയാളെ പിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ്. എ കെ ആന്റണി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കുന്നത് വരെ കോൺഗ്രസ് ആണ്. എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ ചെയ്തത് തെറ്റാണ്. ആരേലും അങ്ങനെ പോകുന്നത്, ഈ ഒരു MP ഒരു MLA ഇവിടുന്ന് പോയിട്ടുള്ള CPM-കാരെ അതെടുത്ത് വെച്ച് കോൺഗ്രസിനെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. കിബിയുടെ CAG ഓഡിറ്റിനെ ഇവർ എതിർക്കുന്നു. എന്തുകൊണ്ട്? കിബി ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ എന്തിന് CAG ഓഡിറ്റിനെ എതിർക്കുന്നു? എതിർക്കേണ്ട കാര്യമില്ലല്ലോ.